അടുത്തതായി ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഹരിദാസേറ്റിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ MLA കൂടിയായ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അതുപോലെ തന്നെ വാക്കുകൊണ്ട് അമ്മാനമാടുന്ന എൻ്റെ നാട്ടുകാരനും നല്ല പ്രാർത്ഥനയും എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള ആദ്യകാല കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ പിറന്നത് പ്രിയപ്പെട്ട MCPയുടെ ദേശീയ കമ്മിറ്റി മെമ്പർ KA ജബ്ബാർ, PP ഷാജി, നഗരസഭ വൈസ് ചെയർമാൻ പറമ്പിൽ, മോഹൻ വളാഞ്ചേരി, UK അഷ്റഫ്, ഞാനായ എൻ്റെ സഹോദരന്മാരെ ഇന്ന് ഗാന്ധി ജയന്തി ദിനമാണ്. ഇതിന്റെ രാവിലത്തെ പരിപാടി മലബാറിന് ഏറ്റവും വലിയ സംഭാവന ചെയ്ത ഞാൻ പലപ്പോഴും പല സ്ഥലത്തും വെച്ച് പറയാറുണ്ട്, CH മുഹമ്മദ് ബായ സാഹിബ്. ആ CH മുഹമ്മദ് ബായ സാഹിബിന്റെ അനുസ്മരണ യോഗമായിരുന്നു ആദ്യത്തെ പരിപാടി. അത് അദ്ദേഹത്തിന്റെ ഭാവനയോടുകൂടി ഉണ്ടാക്കിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മീഡിയ എന്ന പ്രദേശത്ത് ഇന്ത്യൻ യൂണിയൻ സംഘടിപ്പിച്ച പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ മുന്നിലുള്ള കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി. ഇത് രണ്ടും കഴിഞ്ഞ വന്നു. പിന്നെ എനിക്ക് ജന്മം കൊണ്ടുകൊണ്ട് ഗ്രാമമായ നെൽപ്പറമ്പിലുണ്ട് എത്തില്ല. അവിടെ നമ്മുടെ വാർത്താക്കളുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് 2 പ്രാഥമികന്മാർ പ്രാഥമികന്മാർ നടക്കാനാണ് ഈ എളിയവനായി ഞാൻ എത്തുന്നത്. അതുകൊണ്ട് വലിയൊരു പ്രശ്നത്തിലേക്ക് ഞാൻ ജയിക്കുന്നില്ല. കാരണം ഇത് രണ്ടായാലും നന്നായി വർത്താനം എന്നെക്കാത് ഒരു ചെറുപ്പം നോക്കിയാൽ തന്നെ ഒരു ഒന്നിച്ച് കൊടുക്കും. അജിത് കൊളാരിയാണ് ഇപ്പോൾ ഞാൻ വിഭാവനം ചെയ്യുന്ന എൻ്റെ എല്ലാ സാഹിത്യ സാഹിത്യങ്ങളൊക്കെ കൊണ്ടുപോയി ഉദ്ഘാടനം. ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ ഇഷ്ടശിഷ്യനായിരുന്നു നീലമംഗലം നമ്പൂതിരി. ആ നീലമംഗലം നമ്പൂതിരിപ്പാടിന്റെ സ്ഥലമാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ആ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിന്റെ ഇതിലാണ് ഈ ഇല്ലപ്പറമ്പ് യൂണിവേഴ്സിറ്റിയുടെ കയ്യിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്തു. ഞാൻ നീന്താനോ അത് കൊള്ളാതി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്തരം പരിപാടികളിലൊക്കെ അതിഥിനെ ഉപയോഗിക്കണം. ഇനി ഞാൻ ഉപയോഗിച്ചത് അവിടുത്തെ ക്ഷേത്രമുണ്ട് കണ്ടകുറുമ്പ. അവിടെ രാമായണ പാരായണം വരാൻ പറഞ്ഞു. രാമായണ പാരായണം ചെയ്യാൻ പറഞ്ഞു. നല്ല പാരായണം നടത്തി. ഇപ്പൊ ഞാനും അദ്ദേഹം ഒരേ സ്റ്റേജിലുണ്ടായിരുന്നു. തൃക്കാവമ്പലം സാമൂഹ്യങ്ങളുടെ കീഴിലുള്ള തൃക്കാവമ്പലത്തിൽ അദ്ദേഹത്തിന്റെ പ്രവാസം ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെന്തോ അദ്ദേഹത്തിന്റെ വേറൊരു ഇനിയിപ്പോ 7-ാം തീയതിയാണ് കേരള ഗാന്ധി കേളപ്പന്റെ അനുസ്മരണം. അദ്ദേഹമാണ് തവനൂരിലെ അഗ്രികൾച്ചർ കോളേജൊക്കെ തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പേരിലുള്ള അനുസ്മരണം അജിത് കൊളാരിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്ക് ചെയ്യണം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ നല്ല രീതിയിൽ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾ ഇതെല്ലാം രണ്ടാളുടെയും സാധ്യമാണ്. അപ്പൊ ഗാന്ധി മാത്രം പറഞ്ഞ് ഞാൻ നിൽക്കും. എനിക്ക് പറയാൻ ഈ പേരിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട തങ്ങളെ ഞാൻ ഓർക്കുകയാണ്.
തങ്ങളിപ്പോ വിട്ടുപിടിച്ചിട്ട് 1-2 മാസമായി. ഒരു ദിവസം തങ്ങളുടെ ചെയർമാനാവുമ്പോൾ എന്നെ വിളിച്ചു, അതിലേക്കം വരണം, ആ ഗാന്ധി പ്രതിമയിൽ നമുക്ക് മാല ചാർത്തണം, പ്രാർത്ഥന നടത്തണം, അവിടെ നമുക്കൊരു യോഗം നടത്തണം. ആ യോഗം നടത്തിയ ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയ ശേഷം എന്റെ മനസ്സിൽ ഇതുപോലൊരു പ്രതിമ ഞാൻ മാനേജറായിട്ടുള്ള പൊന്നാനി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെക്കണം. ഇതുണ്ടാക്കിയ ശില്പിയെ ഞാൻ വിളിച്ചു. അദ്ദേഹം വന്നു. 1,40,000 രൂപയ്ക്ക് ഇതുപോലെ പ്രതിമ ഞാൻ അടുത്ത ദിവസം എന്റെ സ്കൂളിൽ അവിടെ 60% കുട്ടികൾ കിട്ടുക പെൺകുട്ടികൾ. അവര് ആ പ്രതിമ ഇങ്ങനെ തൊട്ട് തലോടുമ്പോ മാനേജറായി ഞാൻ ആ ഭൂമി ചാരി ഞാൻ നിൽക്കുമ്പോ എന്തൊരു സന്തോഷം എന്നറിയാമോ. ഈ തലമുറയ്ക്ക് അറിഞ്ഞുകൂടെ ആരാണ് ഗാന്ധി, ഗാന്ധി എന്ത് മരിച്ചു, എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി, വർഗീയതയ്ക്കെതിരെ അദ്ദേഹം എങ്ങനെ പറവരുത്തി, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ആ തത്വം എവിടെ വെച്ച് എപ്പോൾ പറഞ്ഞു ഈ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്നെ പോലുള്ളവർ പറയുന്നത് ഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ച് പാഠപുസ്തകങ്ങൾ വിഷയം കൊണ്ടുവരണം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഗാന്ധിയെ കുറിച്ച് പാഠപുസ്തകങ്ങൾ കൊണ്ടുവരണം. ഇത് സ്നേഹിതങ്ങളുടെ സൂചിപ്പിച്ചില്ലേ, ഇന്ന് പ്രധാനമന്ത്രി ചോദിച്ച അമ്പക്ക് എന്താണെന്നറിയാമോ? എന്താ 3 രൂപയുടെ കോയിൻ ഇറക്കിയിരിക്കുന്നു. ഇയാളുടെ ഫോട്ടോ വെച്ചിട്ട് 6 വർഷങ്ങൾ അങ്ങനെ ഉണ്ട്. എന്താ ഇവരുടെ ധാരണ? ആർക്ക് വേണ്ടി ആ മനുഷ്യൻ ഭരിച്ചു വിടും ഗാന്ധിജി? അത് നീണ്ട പ്രസംഗത്തിലേക്ക് കടക്കില്ല. ഞാൻ ആ തുടങ്ങി വെച്ചാൽ തമ്മേൽപ്പിക്കും. ഒരു കുത്തി കൊടുക്കാണ് ഞാൻ. 1869 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് പോർബന്ദർ എന്ന പ്രദേശത്ത് എല്ലാ സ്ഥലത്തും ഞാൻ പോയിരിക്കുന്നു. ഗാന്ധി സന്ദർശിച്ച എല്ലാ സ്ഥലങ്ങളിലും എത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒരു രാജ്യസഭാ മെമ്പറായപ്പോൾ എന്നെ രാജീവ് ഗാന്ധി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ചു. ഇന്ത്യയിലെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും പറഞ്ഞയച്ചു. ആ കാലഘട്ടത്തിലാണ് ഞാൻ ലക്ഷദ്വീപിലെ മുഴുവൻ ദ്വീപുകളിലും എത്തുന്നത്. അന്ന് മന്ത്രിയായിരുന്ന സെയ്തായിരുന്നു കൂട്ടുകാരൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കാണാനുള്ള ഭാഗ്യത്തിൽ എന്ന പ്രദേശം കണ്ടു. 2 യാത്ര നടന്നുപോയ സ്ഥലം കണ്ടു. എല്ലാ സ്ഥലങ്ങളും കാണാൻ ഭാഗ്യം ചിന്തിച്ചു. ആ പോർബന്തറിൽ ജനിച്ചു 1869 ഒക്ടോബർ മാസം 2-ാം തീയതി. ഇന്നൊക്കെ എത്ര കൊല്ലായി? 166 വർഷം ഗാന്ധി ജനിച്ചിട്ട്. ഗാന്ധിജി ആർക്ക് വേണ്ടി മരിച്ചു വീണു? ഗാന്ധിജി ആരാണ് വെടിവെച്ചത്? ഈ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ മലയാളം സംസാരിക്കാൻ പറഞ്ഞാൽ സമയം പിടിക്കും. എങ്ങനെയാണ് ഒരു 1.5 മണിക്കൂർ വേണം. അതൊക്കെ കട്ടിയിലാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാരായിരുന്നു ഇന്ത്യയിൽ എന്നറിയാമോ? മൗലാന അബ്ദുൽ കലാം ആസാദ്. മക്കയിൽ ജനിച്ച് ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി. എത്ര വർഷം? 30 വർഷകാലം. 30 വർഷകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായ മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത പ്രാവശ്യം ഞാൻ എന്റെ സ്കൂളിൽ വെക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പ്രതിമയാണ്. ഈ തലമുറ മനസ്സിലാക്കണം. കാരണം അദ്ദേഹത്തിന്റെ പ്രതിഭകൾ എടുത്തു മാറ്റുന്നു. അദ്ദേഹത്തെ എഴുതിയ പുസ്തകങ്ങൾ എടുത്തു മാറ്റുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റികൾ അദ്ദേഹം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഈ തലമുറയെ പഠിപ്പിക്കാൻ നമ്മളും തയ്യാറാണ്. ഇവരാരാ? ഗാന്ധി സത്യം മുഴുവൻ കുഴിച്ചു മൂടാൻ മോദിയുടെ ആൾക്കാർക്കും കഴിയുമോ? ഇതൊരു മറ്റ് സ്റ്റേജായി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും റേഡിയോ തുറന്നാൽ മതി, രാവിലെ 6:45 രൂപയോടുകൂടി തുടങ്ങും മോദിജിയുടെ പ്രസംഗം. ഇന്നത്തെ പ്രസംഗം എന്താണെന്ന് അറിയാമോ? വടക്കേ മലബാറിലെ മുഴുവൻ സംസ്ഥാനങ്ങളും
വീടുകളിൽ പട്ടിണി കിടക്കുകയാണ്. ആ സംസ്ഥാനങ്ങളെ നന്നാക്കിയെടുക്കാൻ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അവിടെ നടക്കുന്നത് എന്താ ഇതിലേക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനത്തെ സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ ഈ യോഗം നടത്തുന്നത്. ബാക്കിയൊക്കെ പരിശോധിച്ചു കൊടുക്കാൻ എന്റെ പ്രസംഗത്തിലേക്ക് കിടക്കുന്നില്ല. എന്റെ സ്നേഹിതൻ ഇവിടെ പറഞ്ഞല്ലോ, മദ്യനിരോധത്തെ കുറിച്ച് നടത്താവുന്ന കാര്യമല്ല സുഹൃത്ത്. നടപ്പാവില്ല. ഞാൻ പരാജയപ്പെട്ടില്ല കിടക്കുന്നു, വീണിട്ടല്ലോ കിടക്കുന്നു, ധരണിയിൽ ോണിതമവും അണിഞ്ഞുവോ ഉപയോഗിക്കുക എന്ന ഭാരത കിടക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തില പരാജയപ്പെട്ടു. 1980 ഞാൻ MP ആവുമ്പോ ആദ്യമായി എന്റെ കൂടെ ഞാൻ കൊണ്ടുപോയത് ഇന്ന് ഞാൻ ഹൃദയത്തിൽ കാത്തുസൂക്ഷിക്കുന്ന ദേശീയ മുസ്ലിമായ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ ശിഷ്യനായ MP അബ്ദുൽ ഖാദിയാണ്. അന്ന് അദ്ദേഹത്തിന് ഇന്ന് എന്റെ പ്രായം അദ്ദേഹത്തിന്റെ പ്രായമായിരുന്നു. 1,00,000 പേരുടെ ഒപ്പിട്ട് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ സൂചിപ്പിക്കാതെ പഠിക്കണം. 1,00,000 പേരുടെ ഒപ്പിട്ട ഒപ്പായി ഇദ്ദേഹത്തിന് കൂട്ടി ഈ വയസ്സുകാലത്ത് ഞാൻ പോയി അദ്ദേഹത്തെ എന്റെ പ്രസ്താവ 2 ടിക്കറ്റ് ഉണ്ടാവും. എന്തിട്ടുണ്ട്, എന്റെ കൂടെയുള്ള ആൾക്കുണ്ട്. കമ്പനി പ്രസ്താവ അതിലെന്റെ അബുക്കാനെ കിടത്തി ഞാൻ കൊണ്ടുപോയി. ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇന്ദിരാഗാന്ധി സന്തോഷത്തോടുകൂടി 1,00,000 പേർ ഒപ്പിട്ട ആ മെമ്മോറാണ്ടം സ്വീകരിച്ചു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞ സമ്പൂർണ്ണ മദ്യനിരോധനം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരണം, പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരണം. ഇന്ദിരാഗാന്ധി അത് ഡിപ്പാർട്ട്മെന്റിന് അയച്ചു കൊടുത്തു. പിന്നെ ചെന്ന് രാജീവ് ഗാന്ധിയുടെ കയ്യിലെ 84 ലക്ഷം രാജീവ് ഗാന്ധി അതായത് സംസ്ഥാന ഗവൺമെന്റിന് അയച്ചു കൊടുത്തു. പഞ്ചായത്ത് രാജ് ബില്ല്, നഗരപാലിക ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ആ നിയമപ്രകാരം അതാത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തീരുമാനിക്കണം എന്തുകൊണ്ടുവരണമെങ്കിൽ 6 വേണോ, അതുപോലെ തന്നെ ഡീവറേജിന്റെ ഔട്ട്ലെറ്റ് വേണോ, വേറെന്ത് വേണമെന്ന് അവർ തീരുമാനിക്കണം. ഓരോ പഞ്ചായത്തിലും പിടിച്ചു നിന്നു. എന്റെ പൊന്നാനിയിൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് വരുന്നത് വരെ ഒരു ബാറും വരാൻ ഞാൻ അനുവദിച്ചില്ല. എവിടെയും ഞാൻ വിളിയും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ ചെറിയ മക്ക എന്ന് പറയുന്ന പൊന്നാനിയിൽ ബാറ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ബാറ് കൊണ്ടുവരാൻ കഴിയുന്ന അവസരത്തിൽ ഞാൻ 2 പേരെ ഉപയോഗിക്കും. ഒന്ന് പാണേക്കാട്ട തങ്ങളെ, മറ്റൊന്നാല നമ്മുടെ കാന്തപുരത്തെ. അവരെ കൊണ്ട് അതാത് ഗവൺമെന്റുകളെ ഞാൻ തടിക്കും. പക്ഷെ ഈ ഗവൺമെന്റ് വന്നപ്പോ ആ നിയമം എടുത്തു കളഞ്ഞു. ആ നിയമം എടുത്തു കളഞ്ഞതിന്റെ ഫലമായി എന്റെ പൊന്നാനിയിലും ബാറ് വന്നു. ഞാൻ പരാജയപ്പെട്ടു. ഞാൻ പടച്ചവനോട് പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടു. ഈ രംഗത്ത് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിന്റെ ഉദ്ഘാടന ദിവസം എന്നെ ക്ഷണിക്കാൻ വന്നു അതിന്റെ ഭാരവാഹികൾ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോയി കാണിച്ചു തരാൻ രാഷ്ട്രീയക്കാരായ നേതാക്കന്മാർ, ഭരിക്കുന്ന പാർട്ടിയിലും പ്രതിപക്ഷ പാർട്ടിയിലും നേതാക്കന്മാർ അവരുടെ കാശും വാങ്ങി അവരുടെ ജോലി അവരുടെ റൂമിൽ കിടന്ന് കുടിക്കുന്നത് കാണാൻ എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല, ചാത്തവരില്ല, അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ കഴിയില്ല. അവസാനം അവർ പരാജയപ്പെട്ടു. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിന്റെ അഴിമതിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ലേ, സ്വയം തീരുമാനിക്കണം. ഞാൻ ജീവിതത്തിൽ അഴിമതിക്കാരനാവില്ല എന്ന് സ്വയം തീരുമാനിക്കണം, അല്ലാതെ അഴിമതി കേൾക്കില്ല. ഏറ്റവും വേഗം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മേഖലയായി ഇന്ന് രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നു. ആർക്കെയും അഭിപ്രായത്തോട്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് അപ്പുറം ഞാൻ നിന്ന് 2 സ്റ്റേജ് കിട്ടി സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ഓടി നടക്കുന്ന പ്രവർത്തകൻ കാശ് വാങ്ങും ശരിയാ, അത് ഗാന്ധിയും പറഞ്ഞിട്ടുണ്ട്. ആ കാശ് സമ്പാദന മാറ്റാൻ പാടില്ല. ഇവിടുന്ന് മലപ്പുറത്തേക്ക് പോകണം ഒരു സാധാരണ പ്രവർത്തകന്. അവൻ കാശ് വാങ്ങിയാൽ അവന്റെ അമ്മയ്ക്ക് സൂക്കറായാൽ മരുന്ന് വാങ്ങിക്കൊടുക്കാം, അവന് സൂക്കറായാൽ മരുന്ന് വാങ്ങിക്കൊടുക്കാം. കീറിയ ഡ്രസ്സാണെങ്കിൽ കാതി വാങ്ങാം. പക്ഷേ അത് മദ്യശാലകളിൽ കൊടുക്കാൻ പാടില്ല, അത് വ്യഭിചാരശാലകളിൽ കൊടുക്കാൻ പാടില്ല.
ഗാന്ധി വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഉണ്ടാക്കിയ കോഴിക്കോട്ടെ മുഴുവൻ സ്ഥാപനങ്ങളും ജനങ്ങൾ സംഭാവന ചെയ്താണ്. ഇന്ന് അവരൊക്കെ പരിപാടി നടക്കാം. ഇതെന്താ പട്ടപ്പൂജകള് വലിയ കോടിക്കണക്കായ ബംഗാവ്, മറ്റേ കാറ്. അപ്പൊ മറ്റൊരു തോന്നുന്ന എനിക്ക് ഇതുപോലെ ആയാൽ എന്താ? അതുകൊണ്ട് സ്വയം തീരുമാനിക്കണം. അല്ലാണ്ട് അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. സ്വയം ഇവരൊക്കെ നല്ല കുറ്റമാണ്. തൊട്ട് കണ്ട് അടുത്ത കുടുംബത്തിലെയാണ് ആയിരിക്കണം അജിത് കൊളാരി. പൊന്നാനി താലൂക്കിലും ചാവക്കാട് താലൂക്കിലും നൂറുകണക്കിന് ഏക്കർ ഭൂമിയുള്ള കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് മുന്നേറ്റം നേരിട്ടില്ലാറുന്നത്. അപ്പൊ അതൊക്കെ കണ്ടു. അതുകൊണ്ട് എനിക്ക് സ്നേഹം എല്ലാ സ്ഥലത്തും പറയാറില്ല. ചുരുക്കം പേരൊക്കെ ഉണ്ടാവും. കാതർക്കൊക്കെ ജീവിതപാൽ വളരെ അധികം ആളാണ്, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് മാത്രം ഒരു തൊഴിലാക്കാൻ പാടില്ല. ഞാൻ അവിടെയും പറഞ്ഞു, ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കാമെന്ന്. ഞാൻ വളർന്ന പ്രദേശമാണ്. പൊന്നാനി താലൂക്കിന്റെ ഒരു ഭാഗമായിരുന്നു പാലക്കാട് ജില്ല. മലപ്പുറം ജില്ല വരുന്നവരെ ഞാൻ ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. എന്റെ കോയിൻകുട്ടിമാരുടെ കൂടെ നമ്പ്യാരുടെ കൂടെ അന്ന് ഇവിടെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഞാൻ വന്നിട്ടുണ്ട്. PMS മത്സരിക്കുന്ന കാലത്ത് ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന അന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു 1964 അന്ന് ഒരിട്ട് ടൗണോട് മാത്രമേ ഉള്ളൂ ചെറിയ. ഇപ്പോഴത്തെ നമ്മുടെ വാസവി കല്യാണ മണ്ഡപമാണ് അന്നത്തെ പാലക്കാട്ടെ വലിയ ബിൽഡിങ്. ആ വാസവി കല്യാണ മണ്ഡപത്തിൽ വെച്ച് AKന്റെ നേതൃത്വത്തിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് എടുത്ത തീരുമാനത്തിൽ വീണ്ടും ഞാൻ ഉറച്ചെടുക്കുന്നു. ബാക്കി എത്ര പേരൊന്നും ഞാൻ തിരിച്ചു നോക്കിയിട്ടില്ല. അന്ന് ഞാൻ ഉറച്ചെടുക്കുന്നു. അഴിമതി നടത്താൻ പാടില്ല. പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവനായും ശരി അവനെ സഹായിക്കണം. അഴിമതി നടത്താൻ പാടില്ല. കർഷക തൊഴിലാളി നിയമം കൊണ്ടുവരണം. അതുപോലെ തന്നെ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരണം. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലുള്ള ബാങ്കുകൾ ദേശസാൽക്കരിക്കണം. സ്വകാര്യ മേഖലയിലുള്ള ബാങ്കുകൾ ദേശസാൽക്കരിക്കണം. ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ പുതിയ പൈസ നിർത്തലാക്കണം. ഇതൊക്കെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് ചെയ്തു. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് അതേ തത്വത്തിൽ നിന്നും ഉറച്ചു നിൽക്കുന്നു. വലിയ പ്രയാസമാണ്. കാരണം ഈ ഗാന്ധിയൻ തത്വം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്, ആ ജീവിത ചരിത്രമായി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് വിജയിക്കുന്നത്. അത് സാധിക്കില്ല, അത് ജീവിതത്തിൽ സാധിക്കില്ല. പ്രസംഗിക്കാൻ കഴിയും. പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ നമ്മൾ അഴിമതിക്ക് അടിമപ്പെടും. മനസ്സിലായോ? അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതിലൊക്കെ ഞാൻ അഭിമാനിക്കുന്നു സ്വന്തം ജീവിതത്തിൽ. ഞാൻ എന്നെ പറ്റി പറയുകയല്ല. കഴിഞ്ഞ ആഴ്ച എന്റെ നാട്ടുകാരന്റെ സിനിമ, അവന്റെ മകളുടെ കല്യാണം ഉണ്ടായി. സുകുമാരന്റെ മരുമകന്റെ നടന്നില്ലേ നടപ്പാക്കാരൻ പൃഥ്വിരാജിന്റെ കുടുംബത്തില് എന്നെ വിളിച്ചിരുന്നു. വീട്ടിന്റെ അടുത്താണല്ലോ. പോയി ഞാൻ ഇന്ന് ബാംഗ്ലൂരിലേക്ക് കൂടെ പോയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കൂടെ. മമ്മൂട്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, കോട്ടയം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. അപ്പൊ മമ്മൂട്ടിയുടെ എല്ലാ കാര്യങ്ങളും ആ ചെറുപ്പക്കാരനാണ് നോക്കുന്നത്. ഡയറക്ടർ കൂടിയാ. അവൻ ഓടി വന്ന് എന്റെ കൈ പിടിച്ചു. മുന്നിൽ പോയി ഇരിക്കാം, നമ്മളൊന്ന് പതിയിരിക്കാം. അവ പറഞ്ഞു മമ്മൂക്ക ഇടയ്ക്കൊക്കെ അന്വേഷിക്കാറുണ്ട്. മമ്മൂക്ക അത് ഞാൻ പറഞ്ഞു എന്നാ മമ്മൂട്ടി വരിക, വന്ന് എന്നെ വിളിക്കണം, എനിക്ക് കാണണം. എന്താണെന്ന് വെച്ചാലോ, കാതൽക്കറിയാം. കാതലവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് മമ്മൂട്ടി വീരം വക്കീലിന്റെ ജൂനിയറായി വക്കീൽ സൂകനായ മമ്മൂട്ടി. ഞാൻ അന്ന് ഏറ്റവും കൈക്കൂലി വാങ്ങാൻ കഴിയുന്ന, മാസത്തിൽ 10,000 രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി മെമ്പറായിരുന്നു. 12 വർഷക്കാലം റീജിയണൽ അതോറിറ്റി മെമ്പറായി വന്നാൽ വേണമെങ്കിൽ 10ാം തീയതി അടക്കം വാങ്ങാം. അതിന്റെ മെമ്പറായി ഞാൻ മെമ്പറാവുമ്പോൾ
എന്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി വക്കീലായിട്ട് വരും. സുൽത്താനായ ഒരു പയ്യൻ അവിടെ ഉണ്ടാവും, കാതലിയൊക്കെ കൂടെ. പക്ഷെ എനിക്കറിയോ ഇല്ലാതെ വാസുവേട്ടനായിട്ട് എനിക്കായിട്ട് ഭയങ്കര പരിചയമാവുന്നു. വാസുവേട്ടന്റെ സിനിമയിൽ അഭിനയിക്കുന്നു, ഏറ്റവും വലിയ കലാകാരനാവും നമുക്കറിയില്ല. പിന്നെ ഞങ്ങൾ കണ്ടുമുട്ടി തുറുപ്പ് കൂടാൻ ഷൂട്ടിങ്ങിന്റെ സമയത്താണ്. എന്റെ മകളുടെ കല്യാണത്തിന് വിളിക്കാൻ പോയതാ. അതിന്റെ ഞാൻ വരാം, പൊന്നാനിക്ക് ഞാൻ വരില്ല, പൊന്നാനി വന്നാ കല്യാണം കലങ്ങും കാത്തിക്കാർക്കാവും. ആ മമ്മൂട്ടി പറഞ്ഞു, ഹരിദാസേട്ട നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്, എങ്ങനെ സാധിക്കുന്നു, വലിയ അംഗീകാരല്ലേ. അതാണ് ഈ പയ്യനോട് പറഞ്ഞു, എനിക്കൊന്ന് കാണണമെന്ന് പറയണം. ഞാൻ വന്നാൽ സൂത്രമൊക്കെ മാറി. ഞാൻ എന്റെ ഹൃദയത്തിൽ ഉള്ള കാര്യം പറഞ്ഞ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. ഭയങ്കര പ്രയാസമാണ്. സർവ്വ അല്ലാഹു നമ്മളെ സഹായിക്കണം. വേറെ ആർക്കും സഹായിക്കാൻ കഴിയില്ല. വിശ്വാസിയായിരിക്കണം. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഒന്നിച്ച് ജീവിക്കണം. ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാർട്ടിയും ഒന്നിച്ച് ജീവിക്കുന്നില്ല. ആ ഇന്ത്യക്ക് വേണ്ടിയാണ് ഗാന്ധിജി മരിച്ചു വീണത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ സമയം പിടിക്കും. നമുക്ക് സമയമൊക്കെ വിട്ടുവിട്ട് കൊടുക്കാം. നമുക്കൊന്നിച്ച് ജീവിക്കണം. നമ്മയിൽ നിന്നാണ് ഞാൻ ഇത് പഠിക്കുന്നത്. പറയാതെ പറ്റൂല. എവിടെ ചെന്നാലും സ്ത്രീകൾ ഉൾപ്പെടെ വന്നിട്ട് കളയും. അതിനകത്ത കണ്ടു, യൂട്യൂബ് കണ്ടു. ആ യൂട്യൂബ് ഇങ്ങനെ ഓടുന്ന ഇപ്പോൾ എന്നോട് കാന്തപുരം പറഞ്ഞു, 2 കോടി രൂപ ചെലവാക്കി നാളഞ്ചേരി പഞ്ചായത്തിൽ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചിന്നെ. നല്ല ബന്ധ. അരിയിൽ ഈ ഭരണം ഞാൻ വരുന്നുണ്ട്. പോയി ഞാൻ ഒരു കസാല കെട്ടാൻ പള്ളിയിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിഞ്ഞുണ്ടാക്കാൻ മുമ്പിൽ പറഞ്ഞു, ഞാൻ പോയി പൊതുയോഗത്തിന് പോവാൻ, എനിക്ക് അവിടെ വരും, പ്രസവിക്കുന്നു പറയാം. അപ്പൊ ഒരാളിനോട് ചോദിച്ചു, ഇങ്ങനാണ് ഹരിദാസല്ലേ, എന്റെ വീട് പുന്നൂർക്കുളത്താ. പുന്നൂർക്കുളം ഞാൻ എന്റെ അച്ഛന്റെ തറവാണ് പുന്നൂർക്കുളം. സാക്ഷാൽ മാരിക്കുട്ടി കമലാശില്ല അച്ഛന്റെ കുടുംബത്തിലെ. അവരെന്നോട് പറയണേ, മക്കയിൽ നിങ്ങളുടെ യൂട്യൂബ് ഓടിക്കൊണ്ടിരിക്കുക. എങ്ങനെ സന്തോഷം തോന്നും. കാരണം എനിക്കങ്ങനെ എല്ലാം പറ്റില്ല, രാജ്യത്തിന് എല്ലാം പറ്റില്ല. 40 കിലോമീറ്റർ ദൂരത്ത് നിൽക്കണം. മരിച്ചു പോകുന്നതിന് മുമ്പ് എന്നോട് പാണേക്കാട്ടിൽ പറഞ്ഞു, ശിവാപ്പങ്ങൾ അരിന്റെ കൂടെ പോലെ 40 കിലോമീറ്റർ ദൂരത്ത് നിൽക്കാൻ ഭൂമിയെടുത്ത് കയറാം, അവിടെ ഇരുന്നാൽ മതി. എന്റെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് വരാം. ഇങ്ങനെ അടക്കാനും പോകുന്നില്ല, അടക്കാനും ഞാൻ എങ്ങനെ വരാൻ. അവിടെയാണ് എന്റെ ഇന്നിപ്പോ യൂട്യൂബ് ഓടുന്നത്. എന്താ യൂട്യൂബിലെന്നറിയാമോ? നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്. എല്ലാ അച്ഛൻ മരിക്കുമ്പോൾ നമ്മുടെ അജിത്തിന്റെ നാട്ടിൽ പുതിയോർക്കോട്ട് അന്നത്തെ നായ സമുദായ പ്രകാരം അച്ഛൻ മരിച്ചാൽ അമ്മ പുറത്തേക്ക് ഇറങ്ങണം. ഒരു കോടി പുറത്ത് തലയിൽ കെട്ടണം. അങ്ങനെ തലയിൽ കെട്ടി എന്റെ അമ്മ എന്നെ വയറ്റിലിട്ട് പുന്നൂർക്കോട്ടിനും കർഷക പ്രദേശമായ തവനൂർ പഞ്ചായത്തിലെ പോത്തനൂർ എന്ന ഗ്രാമത്തിൽ കൊണ്ടുവരിക. അവിടെ വെച്ചാണ് എന്റെ പ്രസവം. അമ്മ പ്രസവിച്ച ആൺകുട്ടി. അച്ഛന്റെ പേരെന്നിട്ട് വലുതാൾ. പക്ഷെ ഇവിടേക്ക് ചന്ദ്രൻ. അച്ഛന്റെ പേര് ഹരിദാസ് മേനോനായതുകൊണ്ട് ആരും നേരിട്ട് വിളിക്കാണ്ട് ചന്ദ്രേട്ട. ഞാൻ കണ്ടു വളരുന്നത് നിങ്ങളെ കുറിച്ചാണ്. വലിയ സിമെന്റ് മിറ്റം. ആ സിമെന്റ് മിറ്റത്തെ വലിയ പെട്രോമാക്സ് വിൽക്കാം അമ്മ. ആ പെട്രോമാക്സിന്റെ 4 ഭാഗത്തും അവിടെയുള്ള മുസ്ലിം കുട്ടികളെ കോൽക്കളി പഠിപ്പിക്കും. അപ്പോൾ ഞാൻ കുട്ടി. 2 പഠിപ്പിക്കും. അപ്പോൾ ഞാൻ കുട്ടി. അവിടെയുള്ള എല്ലാ മുസ്ലിം വീടുകളിലേക്കും അമ്മ അവിടുത്തെ കയ്യാലി ആശാരിയെ കൊണ്ട് വലിയ ഓത്തുകടയുണ്ടാക്കി പുറത്തയക്കും. ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടു വരുന്നു. അത് മാത്രമോ, ആദ്യമായി എന്റെ ഗ്രാമത്തിൽ എന്റെ അമ്മ ആദ്യത്തെ പള്ളി പണിയുന്നു.
ഇവര് ചോദിക്കുന്നു, അങ്ങക്ക് തനിക്ക് എന്താണോ ഈ മാപ്പിളാരായിട്ട് ഇത്ര ബന്ധം? പച്ച മലയാളത്തില് പറയാതിരിക്കാൻ പറ്റുമോ? അതിന് ഉത്തരം ചോദിക്കണത് ആരായിരിക്കും? ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കുന്തം പുറത്തായിട്ടിരിക്കുന്നു. എനിക്ക് എന്താ പറയാ ഇവിടെ പറയും ഞാനത്. ഒരു കുന്തം എന്താ കുന്തം? സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു, ഹരിദാസേട്ട നിങ്ങൾക്ക് പ്രസന്റേഷൻ ഉണ്ട്. അപ്പയ്ക്ക് മനസ്സിലായി ഇത് തകരാറിലേക്കുള്ള ഏർപ്പാടാ. വന്നു, ഞാൻ വീട്ടിലിരിക്കുക, വലിയൊരു പെട്ടി. പല കോൺഗ്രസ്സുകാരും എന്നോട് പറഞ്ഞു, ഹരിദാസേട്ട ഇങ്ങനെ തുറന്ന് പറയരുത്, പറയാതെ എന്താ ചെയ്യണ്ടേ? മനസ്സിൽ വെച്ചാർക്ക് ഒരു പെട്ടി, ആ പെട്ടിന്റെ അടുത്തേക്ക് ഞാൻ നീക്കാം. രണ്ടാണുങ്ങളും ഒരു പെൺകുട്ടി ഞാൻ നീക്കാം. നോക്കാം എന്തായാലും പ്രസന്റേഷൻ, ഞാൻ വിളിച്ച് പ്രസന്റേഷൻ ആ പൊളിക്കാവുന്നത് എന്താ എനിക്ക് അറിയോ? നോക്കുമ്പോ നോക്കുന്നതിൽ പള്ളി പൊളിച്ചുണ്ടാക്കിയ അമ്പലം. അങ്ങനെ നല്ല ആൾക്കാർ പറഞ്ഞിരിക്കണത്. ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിൽ കയറ്റില്ല, ഇതിന്റെ വീട്ടിൽ കയറ്റില്ല. ആര് പറഞ്ഞത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ? എന്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടോ? അച്ഛനില്ലാതെ വളർത്തിയ അമ്മ. ആ അമ്മ 2 പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് വാങ്ങിയാൽ ഇന്ന് രാത്രി എന്റെ അമ്മ പ്രേതമായി വരും. എടാ ദുഷ്ട, എങ്ങനെ നീ ഇത് വാങ്ങി? ഞാനോ എന്നെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ മുമ്പിൽ കരഞ്ഞു. എടുത്തു കൊണ്ടുപോകണം, കൊണ്ടുപോയില്ലെങ്കിൽ റോഡിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ആർക്കാർക്കാ കൊണ്ട് കംപ്ലൈന്റ് കൊണ്ടുപോകുന്നുണ്ട്. അതായത് പോയി ആ പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയാണ് കരഞ്ഞു. ഞാൻ ചെയ്യാറിന് എന്നോട് പല കോൺഗ്രസ്സുകാരും പറഞ്ഞു, ഹരിദാസൻ ദയവായി പറയരുത്. എന്താ പറഞ്ഞാല് അറിയണ്ട എന്റെ വേദന, ഇവിടെ ആരെ എത്തിച്ചേരുന്ന എന്റെ വീട്ടിൽ. അങ്ങനെ പെൺകുട്ടിയാണ് കരഞ്ഞു. ഞാൻ ഇവിടെ അടുപ്പിക്കുകയാണെന്ന് പറഞ്ഞു. എന്താ കരഞ്ഞ്? ഞാൻ ഹരിദാസന്റെ സ്കൂളിൽ പഠിച്ചതാ. ഞാൻ മുസ്ലിം പെൺകുട്ടിയാണ്, എന്റെ വീട് അങ്ങാടിയിലാണ്, കോൺഗ്രസ്സുകാരിയാണ്. ഇങ്ങനെ ഇത്ര ഉറച്ച മനുഷ്യനാണ് നിങ്ങളെ മാനേജറിന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വിശ്വസിക്കും വേണ്ട, ഞങ്ങൾക്ക് എന്താ ആവശ്യമായി പോലെ. ഒരു ചെറുപ്പക്കാരൻ, അതിഥി കേൾക്കണ്ട ഒരു ചെറുപ്പക്കാരൻ, നല്ല പാൻറ്റൊക്കെ ഇട്ടിട്ട്, ഞാൻ സഖാവാണ്. മോനെ, എന്നെ തന്നെ എന്റെ കയ്യിൽ കിട്ടേണ്ടത്. നമ്മുടെ കൂടെ ഒന്നിച്ച് നിൽക്കേണ്ട പാർട്ടി കോൺഗ്രസ് ഇപ്പോ ജയിച്ച സമയം. ആര് പറഞ്ഞാൽ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയോ ചോദിക്കുകയാണ്. നെഹ്റു 1940 ആദ്യമായി സിന്ദാബാദ് വിളിച്ചത് നെഹ്റു, കോമ്രേഡ് എന്ന് വിളിച്ചത് നെഹ്റു. നെഹ്റുവിന് ഏറ്റവും ഇഷ്ടമാരോടായിരുന്നു? സഖാവ് AKGയോട്. AKGയെ വളരെ ഇഷ്ടമായിരുന്നു. AKGക്ക് വേണ്ടി അദ്ദേഹം പ്രതിപക്ഷ നേതാവാക്കി. ഈ തലമുറ മനസ്സിലാക്കണം. AKGക്ക് വേണ്ടി, കാപ്പി കൃഷിക്കാർക്ക് വേണ്ടി കേരളത്തിലും ഇന്ത്യയിലും കോഫി ബോർഡുകൾ തുറന്നു. ഈ കോഫി ബോർഡൊക്കെ നെഹ്റു കൊടുത്ത AKGക്ക്. ആ AKGയുടെ ആഗ്രഹമായിരുന്നു, നെഹ്റുവിന്റെ ആഗ്രഹമായിരുന്നു എപ്പോ എന്റെ പ്രസ്ഥാനം കോൺഗ്രസ് ജയിക്കുന്നു സ്ഥിതി വരുമ്പോൾ കൂടെ നിൽക്കേണ്ടവരാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ അതല്ല. ബാക്കിയൊന്നും ഞാൻ പറഞ്ഞില്ല, ഒന്നും തോന്നണ്ട. എന്റെ യൂണിഫിയുടെ ക്ലാസ് എന്താളിക്കണേ, SFIയുടെ ക്ലാസ് എന്താളിക്കണേ, പോകും. എന്തായാലും ധൈര്യമായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും വീഡിയോ വന്നു. ഒരു സമ്മാനമുണ്ട്. ഇപ്പൊ ഇന്ത്യ അടുത്ത സമ്മാനമായിട്ട് വന്നു. നോക്കുമ്പോ എന്താ, സ്വർണ്ണ നിറത്തിലുള്ള ഒരു പെട്ടി. ആ പെട്ടിയിലും പള്ളി കൊടുത്തുണ്ടാക്കിയ അമ്പലം. ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് കൊണ്ടരുത്. അപ്പൊ എന്തോ ഒരു വ്യത്യാസം. എന്റെ ഉദ്ദേശം എനിക്കൊരു കിട്ടില്ല, ഇന്നെ വെറുതെ ഇല്ല. ഞാൻ ഈ ഗാന്ധി 50 മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നത്തെ കേരള ഗവൺമെന്റ് അവര് വിമർശിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇതേ മനുഷ്യനാണ്. ഇതുപോലെ ജീവിക്കാം. അതിനു വേണ്ടിയാണ് ഗാന്ധിജി മരിച്ചിരിക്കുന്നത്. 1948 ജനുവരി മാസം 30 സായി സന്ധ്യയിൽ ഹിന്ദു വർഗീയവാദിയായ, പറയാൻ പാടില്ല എന്ന കൂടെ, ഹിന്ദു വർഗീയവാദിയായ മൊത്തം വെടിയുണ്ടേറ്റ് ഗാന്ധിജിയുടെ മണ്ണിൽ പിടഞ്ഞ് മരിച്ചു. 1984 ഒക്ടോബർ മാസം 31
ഒരു ശരിക്ക് തീവ്രവാദികളുടെ വെടിയുണ്ടേറ്റ് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ മണ്ണിൽ കിടഞ്ഞു വിടഞ്ഞ് മരിച്ചു വീണു 1991 ശ്രീ പെരുമ്പാറ്റൂരിൽ വെച്ച് ഒരു ബോംബ് സ്ഫോടനത്തിനിരയായി രാജീവ് ഗാന്ധി മരിച്ചു വീണു. ഈ 3 ദേശീയ നേതാക്കന്മാർ എന്റെ പ്രസ്ഥാനത്തിൽ മരിച്ചു വീണത് നമുക്ക് ഒന്നിച്ചു നിൽക്കാനാണെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി ഞാൻ ജീവിതം മുന്നോട്ട് കഴിഞ്ഞു. അതെവിടെയും പറയും, ഒരു പണിയും കൂടാതെ പറയും. ഞാൻ വീട്ടിലില്ല, കാരണം വേറെ പ്രസംഗം കേൾക്കേണ്ടതാണ്. ഒരു സമയം ഞാൻ എനിക്ക് കേൾക്കാൻ ഞാൻ മണി പോലെയാവില്ല. ഇതിന് അമ്മാനാരാധില്ല, എനിക്ക് നടക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ തൊട്ടുണ്ടല്ലോ, ഈ തൊട്ടൊക്കെ ഇറക്കി ഉപയോഗിക്കണം. ചർക്ക ഇന്നും ചർക്ക കാണാത്തവരാ. ചർക്ക ആൾക്ക് ഗാന്ധിയുടെ ഉപകരണങ്ങളായിരുന്നു. അങ്ങനെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ഈ രാജ്യത്തിന്റെ മുമ്പാട് വെച്ച ഗാന്ധിയുടെ ഈ ജന്മദിനത്തിൽ ഇവിടെ വരുവാനും നിങ്ങളോട് സംസാരിക്കാനും അവസരം ഉണ്ടാക്കി തന്നെ എന്റെ ഭാരവാഹികളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തി